സീക്വൻസിൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ഓൾജിബ്ര ഓഫ് സീക്വൻസ് ആണ്. പേജ് നമ്പർ 10ഉം 11ലെയും ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അതെല്ലാം നമ്പർ സീക്വൻസ് ഫോമാറ്റ് ആയിരുന്നു. ഇനി ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ഓൾജിബ്ര ഓഫ് സീക്വൻസ്, അതാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. The perimeter of squares of side 1 cm, 2 cm, 3 cm and so on. Find the square of perimeter. അപ്പോൾ അങ്ങനെ ഒരു സീക്വൻസ് നമുക്ക് എഴുതാം. സൈഡിൻ്റെ ലെങ്ത് 1 cm ആയതും 2 cm ആയതും 3 cm ആയതുമായ സ്ക്വയേഴ്സ് ഉണ്ട്. അതിൻ്റെ എന്തോന്ന് കാണണം? പെരിമീറ്റർ മീൻസ് ചുറ്റുമുള്ള അളവ് എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ചുറ്റുമുള്ള അളവ് 1 cm ആയത്, 2 cm ആയത്, 3 cm ആയത്. ഞാനിപ്പോൾ ഫസ്റ്റ് 1 cm ആണെങ്കിൽ 1 + 1 ആണ്. 4 times 1 ആഡ് ചെയ്യണം. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 4 × സൈഡ് എന്ന് പറയുന്ന ഫോർമുലയുണ്ട്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ കാണാനുള്ള ഫോർമുല എന്തുവാണ്? 4 × സൈഡ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പം പെരിമീറ്റർ ഓഫ് സ്ക്വയേഴ്സ്, ആദ്യം സൈഡ് ഓഫ് സ്ക്വയർ അത്രയാന്ന് എഴുതാം. സൈഡ് ഓഫ് സ്ക്വയർ ഞാനിപ്പോൾ 1, 2, 3 എന്ന് എടുക്കുവാണ്. സൈഡ് 1, 2, 3, 4 എക്സെട്ര. പെരിമീറ്റർ ഓഫ് സ്ക്വയേഴ്സിന്റെ ഫോർമുല എന്താണ്? പെരിമീറ്റർ ഓഫ് സ്ക്വയേഴ്സിന്റെ ഫോർമുലയാണ്, സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്താണ്? 4 × സൈഡ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? ചുറ്റുമുള്ള അളവാണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. അപ്പോൾ 4 times ഓരോ ലെങ്തും 4 times ആഡ് ചെയ്യുന്നതാണ്. അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 4 × സൈഡ് എന്ന് എടുക്കും. ആ ഫോർമുല നിങ്ങൾ ഒരു 7th മുതലേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പഠിക്കുന്നതാണ്. 4 × സൈഡ് ആണ് എന്താണ് പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ 4 × സൈഡ്. ഞാനിപ്പോൾ സൈഡ് ലെങ്ത് 1 cm ആകുമ്പം ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണ്? 4 × സൈഡ് വിച്ച് ഇസ് ഈക്വൽ ടു 4. അതുപോലെ സൈഡ് ലെങ്ത് 2 ആകുമ്പോഴോ 4 × 2 അല്ലേ, 4 × 2 വിച്ച് ഇസ് ഈക്വൽ ടു 8. സൈഡ് ലെങ്ത് 3 ആകുമ്പോൾ 4 × 3 വിച്ച് ഇസ് ഈക്വൽ ടു 12. സൈഡ് ലെങ്ത് 4 ആകുമ്പോൾ 4 × 4 വിച്ച് ഇസ് ഈക്വൽ ടു 16. അങ്ങനെയാണ് പെരിമീറ്റർ ഓഫ് സ്ക്വയേഴ്സ് വരുന്നത്. അപ്പോൾ നമ്പർ സീക്വൻസ് ആണ് 4, 8, 12, 16 ആർ ദ പെരിമീറ്റർ ഓഫ് സ്ക്വയർ. 4, 8, 12, 16 are the perimeter of square. ഇനി നമുക്ക് ഈ സീക്വൻസ് ആണ് 4, 10, 8, 12, 16 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഞാൻ പെരിമീറ്റർ മാത്രമാണ്, സ്ക്വയറിൻ്റെ പെരിമീറ്റർ മാത്രം ഒരു ഫോമാറ്റിൽ എഴുതാണ്. 4, 8, 12, 16. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ എനിക്ക് കിട്ടിയ വാല്യൂ 4, സെക്കൻഡ് പൊസിഷനിൽ ലൈ ചെയ്യുന്നത് 8, തേർഡ് പൊസിഷനിൽ ലൈ ചെയ്യുന്നത് 12, ഫോർത്ത് പൊസിഷനിൽ ലൈ ചെയ്യുന്നത് 16. ദിസ് ഈസ് പൊസിഷൻ ആൻഡ് ദിസ് ഈസ് ടേം. ഇനി ഇതിൻ്റെ ഓൾജിബ്രിക് ഈ സീക്വൻസിൻ്റെ ഓൾജിബ്രിക് ഫോമാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫൈൻഡ് ചെയ്യാനാണ് നമുക്ക് എങ്ങനെയാണ് ഓൾജിബ്രിക് ഫോമാറ്റ് ഫൈൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ എനിക്ക് 4 കിട്ടി, സെക്കൻഡ് പൊസിഷനിൽ 8 കിട്ടി, തേർഡ് പൊസിഷനിൽ 12 കിട്ടി, ഫോർത്ത് പൊസിഷനിൽ 16 കിട്ടി. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ, കാരണം ഓരോ പൊസിഷനിലും ഫസ്റ്റ് പൊസിഷൻ ആകുമ്പോൾ ആ പൊസിഷൻ വാല്യൂവിൻ്റെ കൂടെ എന്തോന്ന് എടുക്കുന്നു? 4 മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെക്കൻഡ് പൊസിഷൻ ആകുമ്പോൾ പൊസിഷൻ വാല്യൂ എത്രയാണ്? 2, 2ൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 ആകുമ്പോഴത്തേക്ക് പൊസിഷൻ വാല്യൂ 3 ആകുമ്പോൾ വീണ്ടും 3ൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യുന്നു. പൊസിഷൻ വാല്യൂ 4 ആകുമ്പോൾ എന്തോ 4ൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്യുന്നു വിച്ച് ഇസ് ഈക്വൽ ടു 16. അപ്പോൾ യൂസിങ് ഓൾജിബ്ര ഇതിൻ്റെ 15th ടേം ആണ്. 15th പൊസിഷനിലായി ചെയ്യുന്ന ടേം അതാണെന്ന് കണ്ടുപിടിച്ചാൽ ഇപ്പോൾ 15th ഇവിടെ 15th പൊസിഷനാണ്. 15th പൊസിഷനിലാണെങ്കിൽ എന്തോന്നായിരിക്കും ആൻസർ? നമ്മൾ ഫസ്റ്റ് പൊസിഷനിലാണെങ്കിൽ എന്തോന്നാണ്? 4 × 1 എന്നെടുത്തു. സെക്കൻഡ് പൊസിഷനിൽ 4 × 2 എന്നെടുത്തു. തേർഡ് പൊസിഷനിലുള്ള വാല്യൂ 4 × 3 എന്നെടുത്തു. ഫോർത്ത് പൊസിഷനിൽ 4 × 4 എടുത്തു. അതുപോലെ 15th പൊസിഷനിലാണെങ്കിലോ 4 × 15 ആണല്ലോ. അപ്പോൾ യൂസിങ് ഓൾജിബ്ര 15th പൊസിഷൻ ഇസ് ഈക്വൽ ടു എന്തോന്നാണ്? 4 × 15 വിച്ച് ഇസ് ഈക്വൽ ടു 60 എന്ന് കിട്ടി. അതുപോലെ 20th പ്ലേസ് ആണെങ്കിൽ എന്ത് ചെയ്യും? 4 × 20 എല്ലാം 4 കൊണ്ട് 2 പറയുന്ന പൊസിഷൻ വാല്യൂവിനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ സൈഡ് ഓഫ് സ്ക്വയർ എന്നുള്ള അതല്ല, ടേം ആയിട്ട് 4, 8, 12, 16 എന്ന് എടുത്തതാണ്. ഇപ്പം ആദ്യം ഞാൻ സൈഡ് ഓഫ് സ്ക്വയർ എന്ന് കാണിച്ചെങ്കിൽ പിന്നെ പൊസിഷനും ടേമും ആക്കി കൺവേർട്ട് ചെയ്ത് എഴുതി.
പിന്നെ അതിൻ്റെ 15th പൊസിഷൻ കാണാനായിട്ട് 4 into 15. കാരണം ഫസ്റ്റ് പൊസിഷനിലുള്ള ഫോമാറ്റ് എങ്ങനെയാണെന്ന് നോക്കുക. ഫസ്റ്റ് പൊസിഷനിൽ 4, സെക്കൻഡ് പൊസിഷനിൽ 8, തേർഡ് പൊസിഷനിൽ 12, ഫോർത്ത് പൊസിഷനിൽ 16. അങ്ങനെയാണെങ്കിൽ 15th പൊസിഷനിൽ 4 into 15 ആയിരിക്കും. അതുപോലെ 20th പൊസിഷൻ ആണെങ്കിലോ 20th പൊസിഷനിൽ ലൈ ചെയ്യുന്ന ടേമിന്റെ വാല്യൂ ആണ്. 15th പൊസിഷനിലെ ടേം അതുപോലെ 20th പൊസിഷനിലെ ടേം ആണ്. പൊസിഷൻ 1, 2, 3 എന്ന് പറഞ്ഞ് ഇൻക്രിമെന്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. എന്നാൽ പൊസിഷൻ വാല്യൂ 20th പൊസിഷനിലെ ടേം എന്ന് പറയുന്നത് ഏതായിരിക്കും? 4 into 20 which is equal to 80. അങ്ങനെയാണ് പൊസിഷനുമായിട്ട് നമുക്ക് ടേംസ് ഫൈൻഡ് ചെയ്യുന്നത്. പൊസിഷൻ അറിയാം, ടേംസ് എങ്ങനെ ഫൈൻഡ് ചെയ്യും. ഇതുപോലെ nth ടേം മീൻസ് ഇപ്പോൾ ജനറൽ ഫോമാറ്റ് ആണ്. ഓൾജിബ്രിക് ഫോമാറ്റ് നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്. ജനറൽ ഫോമാറ്റ് എന്ന് പറഞ്ഞിട്ട് ഓൾജിബ്രിക് ഫോമാറ്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് എന്ത് പൊസിഷനിലുള്ള വാല്യൂ കാണണമെങ്കിൽ എന്നതായിരിക്കും? 15th പൊസിഷൻ 4 into 15 എന്ന് എടുത്തു. 20th പൊസിഷൻ 4 into 20 എന്ന് എടുത്തു. അതുപോലെ nth പൊസിഷൻ ആണെങ്കിൽ എന്തോന്നായിരിക്കും? Therefore nth term of the sequence is equal to എന്തായിരിക്കും? 4 into 15th പൊസിഷൻ 4 into 50, 20th പൊസിഷൻ 4 into 20, 80th പൊസിഷൻ 4 into 80, 100th പൊസിഷൻ 4 into 100. അങ്ങനെയാണെങ്കിൽ nth പൊസിഷൻ എന്തായിരിക്കും? 4 into n which is equal to 4n. 4n ആണ് nth പൊസിഷനിലുള്ള സീക്വൻസ്. ഈ 4n-നെയാണ് എന്താണ് ഓൾജിബ്രിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഓൾജിബ്ര ഓഫ് സീക്വൻസ്. കാരണം എന്ന് വെച്ചാൽ n-ന് പകരം ഞാൻ 1 കൊടുക്കുമ്പോൾ എനിക്കിപ്പം എത്ര പൊസിഷനിലുള്ള വാല്യൂ ഈ സീക്വൻസിന്റെ ജനറൽ ടേം അല്ലെങ്കിൽ nth ടേം എന്ന് പറയുന്നത് nth ടേം ഓഫ് ദ സീക്വൻസ് അല്ലെങ്കിൽ ഓൾജിബ്ര ഓഫ് ദ സീക്വൻസ് എന്ന് പറയുന്നത് 4 into n. 4ന്റെ എനിക്ക് 1000th പൊസിഷൻ ആണെങ്കിലും 4 into 1000. n-ന് പകരം ഇൻസ്റ്റെഡ് ഓഫ് n സബ്സ്റ്റിറ്റ്യൂട്ട് 1000 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പൊസിഷൻ വാല്യൂ n എന്ന് പറയുന്നത്. അപ്പോൾ എഴുതണം n ഈസ് ദ പൊസിഷൻ വാല്യൂ. പൊസിഷൻ വാല്യൂ എപ്പോഴും n-ന്റെ വാല്യൂ നാച്ചുറൽ നമ്പേഴ്സിലായിരിക്കും. 1, 2, 3. പൊസിഷൻ ഒരിക്കലും എന്ത് വേണം? ഫ്രാക്ഷൻ വരില്ല. എല്ലാം 1, 2, 3 ഫോമാറ്റ്. ഫസ്റ്റ് പൊസിഷനിലിരിക്കുന്നു. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് മീൻസ് കൗണ്ടിങ് നമ്പേഴ്സ് ആണ്, എണ്ണാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ പൊസിഷൻ അല്ല, എണ്ണൽ സംഖ്യകളാണ്, നാച്ചുറൽ നമ്പേഴ്സ് ആണ്. 1 to infinity വരെയുള്ള ടേംസ് മാത്രമേ പൊസിഷനിൽ വരുള്ളൂ. അപ്പോൾ nth പൊസിഷൻ എന്ന് പറയുന്നത് 4n ആയിരിക്കും. n ഈസ് ദ പൊസിഷൻ വാല്യൂ. n എവിടെ ഏതായിരിക്കും? n ഈസ് കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സ് ആണ് n-ന്റെ വാല്യൂ എന്ന് പറയുന്നത്. n-ന്റെ വാല്യൂ ഫസ്റ്റ് 1 ആവും, 2 ആവും, 3 ആവും, അങ്ങനെ മാറി മാറി അപ് ടു nth ടേംസ് അല്ലെങ്കിൽ അപ് ടു ഇൻഫിനിറ്റി വരെയുള്ള ടേംസ് വരെ. അപ്പോൾ nth പൊസിഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ഓൾജിബ്രിക് മെത്തേഡിൽ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ സീക്വൻസിന്റെ എന്തുവാണ് അതിന്റെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. കാരണം n-ന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആൻസർ കിട്ടും. 5th പൊസിഷനിൽ എത്ര, 100th പൊസിഷനിലെ വാല്യൂ എത്ര, അല്ലെങ്കിൽ 1, 2, 3 ഒരു സീക്വൻസിന്റെ ഓൾജിബ്രിക് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തോന്ന് എഴുതാം? ഫസ്റ്റ് പൊസിഷനിലുള്ള നമ്പർ ഏത്, സെക്കൻഡ് പൊസിഷനിലുള്ള നമ്പർ ഏത് എന്ന് പറഞ്ഞിട്ട് ആ സീക്വൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്താണ് ഓൾജിബ്ര ഓഫ് സീക്വൻസ് എന്ന് പറയുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് മറ്റു കുട്ടികൾക്കായി ഷെയർ ചെയ്യുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി ഏരിയ ഓഫ് സ്ക്വയറിന്റെ ഓൾജിബ്രിക് സീക്വൻസ് കാണാൻ പറഞ്ഞ സൈഡ് ഓഫ് ദ സ്ക്വയർ, സൈഡ് 1, 2, 3, 4, 5 എന്ന് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് സ്ക്വയർ കാണാനുള്ള ഫോർമുല എന്തുവാണ്? സൈഡ് ഇൻറ്റു സൈഡ് ആണല്ലോ ഏരിയ കാണാനുള്ള ഫോർമുല. സ്ക്വയറിന്റെ സൈഡ് ഇൻറ്റു സൈഡ് ആണ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല. ദാറ്റ് ഈസ് ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോൾ സൈഡ് 1 ആവുമ്പം ഏരിയ എത്ര ആയിരിക്കും? 1 into 1 which is equal to 1. അതുപോലെ സൈഡ് 2 ആവുമ്പോൾ ഏരിയ എത്ര ആയിരിക്കും? 2 into 2 which is equal to 4. ഏരിയ ഓഫ് സൈഡ് 3 ആവുമ്പോഴോ 3 into 3 equal to 9. 4 into 4 16. 5 into 5 25. ഇങ്ങനെ എക്സെട്ര. സൈഡിന്റെ സ്ക്വയർ എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് എന്തോന്ന് വരും? ഏരിയ ഓഫ് സ്ക്വയർ വരും. ഇനി ഈ ഏരിയ ഓഫ് സ്ക്വയറിനെ മാത്രം ഞാൻ പൊസിഷനും നമ്പറുമായിട്ട് എടുക്കുവാണ്. പൊസിഷൻ ഏതാണ്? 1, 2, 3. ഇത് 1, 2, 3 പൊസിഷനിലാണ്. അപ്പോൾ 1, 2, 3, 4, 5.
അതുപോലെ ഏതാണ് ടേം ആണ്. പിന്നെ ഞാൻ ഏരിയയെ മാറ്റി ടേംസ് ആക്കി മാറ്റി എഴുതാണ്. ടേം എന്ന് പറയുന്നത് 1, 4, 9, 16, 25 എക്സെട്ര. അപ്പോൾ എന്താണ്, ഫസ്റ്റ് പൊസിഷനിൽ 1 വന്നപ്പോൾ എനിക്ക് 1 ആൻസർ ആയിട്ട് കിട്ടി. സെക്കൻഡ് പൊസിഷനിൽ 2 വന്നപ്പോൾ 2 ആൻസർ ആയിട്ട് കിട്ടി. തേർഡ് പൊസിഷനിൽ 3 വന്നപ്പോൾ 9 ആൻസറായി. ഫോർത്ത് പൊസിഷനിൽ 4 വന്നപ്പോൾ എന്തോന്ന് വന്നു, 16 ആൻസറായി. ഫിഫ്ത്ത് പൊസിഷനിൽ 5 ആയിരുന്നു. 5 × 5 25 ആയി. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഒരു 20th പൊസിഷനിൽ എങ്ങനെയായിരിക്കും, 20th പൊസിഷനിലെ ടേം, ഈ സീക്വൻസിന്റെ 20th പൊസിഷനിലെ ടേം എങ്ങനെയായിരിക്കും, 20th പൊസിഷനിലെ ടേം ഓഫ് 20th പൊസിഷൻ which is equal to എത്രയായിരിക്കും, 20 × 20 അല്ലേ, 5 × 5. ഫിഫ്ത്ത് പൊസിഷനിൽ 5 × 5, ഫോർത്ത് പൊസിഷനിൽ 4 × 4, തേർഡ് പൊസിഷനിൽ 3 × 3. അതുപോലെ 20th പൊസിഷൻ എന്തോന്നായിരിക്കും, 20 × 20 which is equal to 400 ആയിരിക്കും. അതുപോലെയാണ് എന്താണ്, അപ്പം ജനറൽ ടേം, ഏരിയ ഓഫ് സ്ക്വയറിന്റെ ജനറൽ ടേം മീൻസ് എന്താണ്, ഓൾജിബ്ര ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് ടേം അല്ലെങ്കിൽ nth ടേം, ഓൾജിബ്രിക് ടേം ഓർ nth ടേം. ഓൾജിബ്രിക് എന്ന് പറഞ്ഞാൽ ഓൾജിബ്ര യൂസ് ചെയ്ത് ചെയ്യുന്നതിനാണ്. വേരിയബിൾ എന്തെങ്കിലും അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഫോമാറ്റിൽ ഇപ്പോൾ PN പ്ലസ് n എന്ന് പറയുന്നത് ഓൾജിബ്ര ആണ്. അത് ഓൾജിബ്രിക് സീക്വൻസ്. അതിൽ വേരിയബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ അത് എന്തോന്നായി മാറും, ഓൾജിബ്ര ആവും. 5n എന്ന് പറഞ്ഞാൽ n എന്ന് പറയുന്നത് വേരിയബിൾ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇത് ഓൾജിബ്രിക് ഫോമാറ്റ് ആണ്. അതുപോലെ ഓൾജിബ്രിക് ടേം അല്ലെങ്കിൽ nth ടേം ഫൈൻഡ് ചെയ്യുന്ന ഓൾജിബ്ര ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ ഓൾജിബ്ര എന്തോന്നാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ nth ടേം ഫൈൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്, 5 × 5, ഫിഫ്ത്ത് പൊസിഷനിലുള്ള വാല്യൂ 5 × 5, 20th പൊസിഷനിലുള്ള 20 × 20, 100th പൊസിഷനിലുള്ളത് 100 × 100, 10th പൊസിഷനാണെങ്കിൽ 10 × 10. അങ്ങനെയാണെങ്കിൽ nth പൊസിഷൻ ആണെങ്കിൽ ഓൾജിബ്ര മീൻസ് nth പൊസിഷന്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, n × n അല്ലെ, nth പൊസിഷൻ ആകുമ്പോൾ n × n, ദാറ്റ് ഈസ് n × n which is equal to n². അപ്പോൾ ഇതിന്റെ ഓൾജിബ്ര ഏതാണെന്ന് ചോദിച്ചാൽ 1, 4, 9, 6, 27, 25ന്റെ ഓൾജിബ്രിക് സൊല്യൂഷൻ ഏതെന്ന് ചോദിച്ചാൽ n². അപ്പോൾ ഓൾജിബ്രിക് മെത്തേഡ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ. അങ്ങനെ ഓൾജിബ്ര എങ്ങനെയാണ്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്തോന്നാണെന്ന് ക്വസ്റ്റിന് ചോദിച്ചാൽ ഉടനെ ഓൾജിബ്രിക് ടേം ആയി നമ്മൾ യൂസ് ചെയ്തത് അല്ലെങ്കിൽ nth ടേം ഫൈൻഡ് ചെയ്യുക. അതിന് n × n എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഈ സീക്വൻസ് ആണ് വരണമെങ്കിൽ ഓരോന്നിലും സ്ക്വയർ ചെയ്യുകയാണ് ചെയ്യണത്. കാരണം 2 ആണെങ്കിൽ 2 × 2 ചെയ്യുന്നു, 3 ആണെങ്കിൽ 3 × 3 ചെയ്യുന്നു, n ആണെങ്കിൽ n × n ചെയ്യുന്നു. therefore which is equal to n². therefore എന്താണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അപ്പോൾ എന്തോന്നാണ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് മനസ്സിലായല്ലോ. ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു n². ഏത് ക്വസ്റ്റ്യൻ തന്നാലും ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പൊസിഷൻ വാല്യൂ ആയിട്ട് ചെക്ക് ചെയ്ത് അതിന്റെ ഓൾജിബ്രിക് ഫോമാറ്റ്, അതിനൊരു ജനറൽ ഫോം കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പം ഇതിന്റെ 200th പൊസിഷനിലുള്ള വാല്യൂ കാണാനായിട്ട് n പകരം 200 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതുപോലെ നേരത്തെ നമ്മൾ എടുത്ത 4n 4n ആയിരുന്നു. 4 × എനിക്ക് 1000th പ്ലേസിലുള്ള വാല്യൂ ആണ് കാണേണ്ടത്, 4 × 1000. അതാണ് ഓൾജിബ്രിക് എക്സ്പ്രഷന്റെ യൂസേജ് എന്ന് പറയുന്നത്. കാരണം ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതിനെ ഓൾജിബ്രിക് ടേം ആയിട്ട്, ജനറൽ ടേം ആയിട്ട് ഒരു വാല്യൂ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ n പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അത് ഫസ്റ്റ് പൊസിഷനിൽ എത്ര, സെക്കൻഡ് പൊസിഷനിൽ എത്ര, തേർഡ് പൊസിഷനിൽ എത്ര എന്ന് ഈ തരുന്ന സീക്വൻസിന്റെ എല്ലാം ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഇതിന്റെ തന്നെ എക്സസൈസ് പഠിക്കുന്നുണ്ട്. എക്സസൈസ് പേജ് നമ്പർ 15ൽ എല്ലാം ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫൈൻഡ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ സീക്വൻസ് ഫോം ചെയ്യാനും അതിൻ്റെ തന്നെ ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് ഫൈൻഡ് ചെയ്യാനുമാണ്. അവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞ ഈ 2 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇനി അടുത്ത ഇതിൽ ഏതായിരിക്കും 15th മുഴുവൻ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.